ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയതായിട്ട് ട്രിപ്പ് പോവുകയാണ്. അടുത്ത ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മറ്റേ വാഗമണ്ണിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയെടുത്തോ പോയി ഡീസൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡീസൽ ഫുള്ളാക്കട്ടെ. അപ്പോൾ ഡീസൽ ഫുള്ളാക്കാൻ വേണ്ടി നമ്മളത് പമ്പിലെത്തി കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ശേഷം നമുക്ക് ഗസ്റ്റിനെ പിക്ക് ചെയ്യേണ്ട പാലാരി വട്ടത്തു നിന്നാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്ക് ഇങ്ങനെ കാണാം. ഡീസൽ ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പിലെത്തി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഡീസൽ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യണം, പാലാരി വട്ടത്തേക്ക് പോകണം. ഓക്കെ ഗൈസ്, കാണാം ബാക്കി വിശേഷങ്ങൾ. നേരെ വെളുത്തു, പക്ഷെ വണ്ടികളൊക്കെ കുറവാണ്. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഏരിയകളാണ് ഇതൊക്കെ അല്ലേ. ചെയ്തു നമ്മൾ ജസ്റ്റിനെ പിക്ക് ചെയ്യണം. ഇനി ജസ്റ്റിനെ പിക്ക് ചെയ്ത് നേരെ വാഗമൺ. എവിടെന്നൊക്കെ എടുക്കാണ്ടെന്ന് അറിയില്ല. 3-4 സ്ഥലം ഉണ്ടാവും. എങ്ങനെയായാലും 2 സ്ഥലം എങ്ങനെയായാലും പിക്ക് ചെയ്യാനുള്ള ഇടം ഉണ്ടാവും. അതാണ് സാധാരണ വരാറ്. അപ്പോൾ നമ്മളിപ്പോൾ എടപ്പള്ളിയാണ്. എടപ്പള്ളി കുഴമ്പത്ത് ഫില്ല് ചെയ്തു ഇറങ്ങി. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്കിനിയും കാണാം. ഓക്കെ, ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മുടെ കോലഞ്ചേരി കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ മധുരൈ പറഞ്ഞൊരു വെജ് നോൺ വെജ് നല്ല ഫുഡായിരുന്നു. അവിടെ നിർത്തി ഇതാ ഫുഡ് കഴിച്ചു. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. അതിന് വലിയ ജിന്നായിട്ടാണ് ഓട്ടം. അപ്പോൾ നമ്മൾ ഒരു കോലഞ്ചേരി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം. മൂവാറ്റുപുഴ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. അപ്പോൾ ഈ കടയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ കുമ്പങ്കാനം എത്തിയിരിക്കുകയാണ്. കുമ്പങ്കാനം ഇനിയുണ്ട് വാഗമണിലേക്ക് ഒരു 10-20 കിലോമീറ്റർ. ബെൽഫാറം ജോസഫ് എന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമായത്.